നേരം പരപര പുലരുകയാണ്. ഞങ്ങളുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ യാത്രയിൽ രാവിലെ തന്നെ ഒരു കാലി ചായ അടിച്ചിട്ട് ആവാം ഞങ്ങളുടെ യാത്ര. മാമനും ആൻറ്റിയും ലീവിന് വന്ന വലിയപ്പയൊക്കെ ആയിട്ട് ചേർന്ന് ഇന്ന് ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഏകദേശം 3 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. അതിലെ പല യാത്രയിലെ സാഹചര്യങ്ങൾ ഞങ്ങൾ കണ്ടതും മലനിരകളെ തൊട്ടറിഞ്ഞതുമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നു. രാവിലെ തന്നെ ഒരു ചേട്ടൻ്റെ മനോഹരമായിരുന്ന പൊറോട്ട അടിയെ കണ്ട് ഞങ്ങളൊന്നും കഴിക്കാതെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വണ്ടിയിലേക്ക് കയറി ഞങ്ങൾ യാത്ര തുടങ്ങിയാണ് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2500 അടി ഉയരെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇന്ന് കാര്യമൊക്കെ പറഞ്ഞ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് അവരൊരു കാര്യം പറഞ്ഞു, നമുക്ക് പോകുന്ന വഴിക്കൊരു ചർച്ചിലോട്ട് കയറണം. അപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ യാത്രയ്ക്ക് വേണ്ടിയൊക്കെയുള്ള പ്രെയർ ആയിരിക്കും എന്നാണ് ഓർത്തത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ ചർച്ചിനോട് അടുത്തെത്തി. പക്ഷെ ചർച്ചിൽ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ വേറെ വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളെ വിളിച്ചിട്ട് നേരെ ഒരു റംബൂട്ടാൻ തോട്ടത്തിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. തറയിലോട്ട് നോക്കി ഞെട്ടിപ്പോയി. കാരണം വാവലും മറ്റു പക്ഷികളൊക്കെ കടിച്ച് ഇല്ലാതാക്കി ആരും പറിക്കാണ്ട് നിൽക്കുന്ന ഒരുപാട് റംബൂട്ടാൻ, ആരും പറിക്കാനില്ലാതെ അനാഥ ശവങ്ങളെ പോലെ നിൽക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായി. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു മരം ഉണ്ടാക്കി അത് വഴിയെ കൂടെ പോകുന്ന ആൾക്കാരെങ്കിലും പറിച്ചോളൂ. ഇവിടെ അങ്ങനെ വഴിയെ കൂടെ പോകുന്നവരും പറിക്കാനില്ല. ആന കരിമ്പൻ തോട്ടത്തിൽ കയറുന്നത് പോലെ ഞങ്ങൾ അങ്ങോട്ട് കയറി ഓരോ സൈഡിൽ നിന്ന് ഒരു ചാക്ക് വെച്ചിട്ട് അങ്ങോട്ട് പറിക്കാം. റംബൂട്ടാൻ തൊഴിഞ്ഞു. ഇവിടെ നിങ്ങൾ ആർക്കും വേണ്ട റംബൂട്ടാൻ. നമുക്ക് പൊട്ടിക്കാം കേട്ടോ. മലേഷ്യയിൽ നിന്ന് കടൽ കടന്ന് കുഞ്ഞ് കേരളത്തിൽ അതിക്രമിച്ച് കയറിയ ഈ റംബൂട്ടാൻ ഇത്ര സ്വാധീനം ചെലുത്തുമെന്ന് നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം ഈ കുഞ്ഞ് കാലയളവ് കൊണ്ട് ആശാൻ ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല കേട്ടോ. ഒരു രജനീകാന്തിൻ്റെ സിനിമയൊക്കെ നമ്മൾ കാത്തിരുന്നിറങ്ങുമ്പോഴുള്ളൊരു വൈബ് പോലെയാണ് ആശാൻ്റെ വരവ്. അപ്പോൾ 3 തരത്തിലുള്ള കളറുകൾ നമ്മുടെ നാട്ടിൽ കാണപ്പെടാറുണ്ട് പൊതുവെ. ഏകദേശം 200ഓളം വെറൈറ്റികളുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ 3 തരത്തിലുള്ള വെറൈറ്റിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് 1 ചുവപ്പ് കളർ, 2 ഓറഞ്ച് കളറുണ്ട്, 3 മഞ്ഞ കളർ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത് പല കണ്ട ഓറഞ്ച് കളർ കിട്ടിയിട്ടുണ്ട്, നല്ല ചുവന്ന കളർ കിട്ടിയിട്ടുണ്ട്. ആണോ? ഇത് വേറെ റൈറ്റാണ് കേട്ടോ. അവിടെ ഒന്നും കണ്ടിട്ടില്ല അത് പുതിയ റൈറ്റ്. അതെ, റംബൂട്ടാൻ പറിക്കുന്ന ദയവായിട്ട് പറിക്കുന്നു, കഴിക്കുന്നു. എന്ത് ഭാഗ്യം വേണം. പോയാൽ നമുക്കുള്ളതല്ല. ചാക്ക് നിറഞ്ഞ് ഇത്രയും പറിച്ചു. അപ്പോൾ ഒരുപാട് റംബൂട്ടാൻ ഞങ്ങൾ പറിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും തന്നവർക്ക് നന്ദി പറഞ്ഞിട്ട് യാത്ര വീണ്ടും ആരംഭിക്കുകയാണ് കേട്ടോ. കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെ 2ാമത്തെ വലിയ ജില്ലയിലോട്ടാണ് ഞങ്ങളിവിടെ പോകുന്നത്. പക്ഷേ വലിയ ജില്ലയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. പക്ഷേ ഇവിടെ ജനസാന്ദ്രത വളരെ കുറവാണ്. നമ്മൾ ഈ സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോൾ 2-3 സിമ്മൊക്കെ വേണമെങ്കിൽ കൊണ്ട് നമ്മൾ റിസോർട്ട് എടുത്താൽ പോലും ചിലപ്പോൾ അവിടെ വൈഫൈ കിട്ടണമെന്നില്ല, റേഞ്ച് കിട്ടണമെന്നില്ല. നിങ്ങളിപ്പോൾ ഈ ഇടത് സൈഡിൽ കാണുന്നത് പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ. കിലോമീറ്ററുകൾ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2500 അടി ഉയരയിലോട്ട് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി. അപ്പോൾ സഞ്ചാരികളെ മാത്രമല്ല, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ, കപ്പിൾസ്, കോളേജിൽ നിന്ന് കട്ടടിച്ച് വരുന്നവർ ഒക്കെ അവർക്കൊരു വിനോദിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു സ്ഥലം. അവിടോട്ട് ഞങ്ങൾ ഏകദേശം വലത് സൈഡിൽ നല്ലൊരു സൈഡ് സീൻ കണ്ടപ്പോൾ വലിയപ്പോൾ വണ്ടി സൈഡിലോട്ടാക്കി ഞങ്ങൾ അവിടെ നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല, മാരക വ്യൂ കേട്ടോ. ചെറിയ മഞ്ഞപ്പൂക്കളും, ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത ചെറിയ തരത്തിലുള്ള പൂമ്പാറ്റകളും, മേഘത്തെ തട്ടിപ്പോകുന്ന കോടമഞ്ഞും, ആകാശത്തോളം മുട്ടി നിൽക്കുന്ന ചെറിയ ചെറിയ മലകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നന്നായിട്ട് കുറച്ച് നേരം നിന്നു, ഫോട്ടോയൊക്കെ എടുത്തു.
അവസാനം ഞങ്ങൾ അവിടെ എത്തി പാഞ്ചാലിമേട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്ത് പാഞ്ചാലിമേടിന് എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 25 രൂപ ടിക്കറ്റ് കൊടുത്താൽ നമുക്ക് ഗേറ്റ് വഴി ഉള്ളിൽ കയറാം. ഗേറ്റ് വഴി ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരുപാട് കൽമണ്ഡപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഉൾപ്പെടെ കൽമണ്ഡപത്തിലാണ് തീർത്ത് വെച്ചേക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. യൂണിഫോധാരികളായ സെക്യൂരിറ്റിമാർ അവരെയൊക്കെ ഒന്ന് കണ്ട് ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. ഇനിയാണ് ഒരുപാട് നടക്കാനുള്ളത്. പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ റംബൂട്ടാൻ കൂടെ കരുതിയിട്ടുണ്ട് കേട്ടോ. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരുപാട് ശില്പങ്ങൾ അവിടെ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അതിലൊരു ശില്പമാണ് ഈ കാണുന്ന ആന. ആനയും അവിടെ സൈഡിലുള്ള ഒരുപാട് നല്ല നല്ല പൂക്കളൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ആ മല കയറാൻ തുടങ്ങുന്നത്. വീണ്ടും മുന്നോട്ട് നടന്നു വരുമ്പോൾ അടുത്തൊരു കൽമണ്ഡപം കാണാം. അവിടെ അതിനേക്കാളും മനോഹരമാകുന്ന ഒരുപാട് ശില്പങ്ങളുണ്ട്. അതിനകത്ത് ഒരു നല്ലൊരു ടീ ഷോപ്പും അവിടെ ഉണ്ട് കേട്ടോ. കൂട്ടത്തിൽ തുമ്പിയെ പോലെ പറന്നു നടക്കുന്ന ആളാണ് ഈ മുംബൈയിൽ നിന്ന് പോകുന്ന എൻ്റെ വലിയപ്പൻ. ഞങ്ങളെക്കാളും സ്പീഡാണ്. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് ആശാൻ കുടയെ ഊന്നി അവിടെ എത്തിയേക്കും. പിന്നെ അവിടെ എവിടെയെങ്കിലും ഇരിപ്പുറപ്പിക്കും. ഞങ്ങൾ പിന്നെ നടന്ന് അവിടെ എത്തിയതിനു ശേഷമാണ് ആശാൻ പിന്നെ എഴുന്നേറ്റ് നടക്കുന്നത്. യാത്ര എന്ന് പറയുന്ന സംഭവം അതൊരു വികാരമാണ്. അത് തരുന്ന, മനസ്സിന് തരുന്നൊരു സുഖം അത് വേറെ ലെവലാണ് കേട്ടോ. അത് അടുത്തറിഞ്ഞിട്ടുള്ളവരാണ് യഥാർത്ഥ യാത്രികർ. നിങ്ങൾ കോടമഞ്ഞില് കുളിച്ചുണരുന്ന മലനിരകൾ കണ്ടിട്ടുണ്ടോ? പച്ചപ്പട്ട് വിരിച്ച പുൽമേട്ടിൽ ഓടിക്കടിച്ചിട്ടുണ്ടോ? പുരാണങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണിന്റെ ചരിത്രം കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇടുക്കി എന്ന മിടുക്കിയെ അടുത്തറിഞ്ഞിട്ടില്ല. ഇതാണ് പാഞ്ചാലിമേട്. ഈ പാഞ്ചാലിമേട് എന്ന വിസ്മയം നിങ്ങൾക്ക് ഇനിയും അന്യമാണ്. അത് കാണണമെങ്കിൽ അവിടെ പോയി അനുഭവിച്ചറിയണം. മനസ്സിലായോ? ഞാനത് കണ്ടു, അടുത്തറിഞ്ഞു. ഒരു സൈഡിൽ നോക്കുമ്പോൾ കുരിശുമല, മറ്റേ സൈഡിൽ ഒരു ക്ഷേത്രം, 2 മലകളും അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു. അത് കാണാൻ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇത് ചെക്ക് ഡാമാണ് കേട്ടോ. ഇത് മഴവെള്ളം നിറയുന്ന സമയത്ത്, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് ഇത് നേരെ പമ്പയാറ്റോട്ടാണ്. കണ്ടോ? ചെക്ക് ഡാമാണ്. നല്ല വൈബാട്ടോ. വെയിലും ഇല്ല, മഴയുമില്ല. നല്ലൊരു ക്ലൈമറ്റ്. അടുത്തൊക്കെ കാണാൻ സാധ്യതയുണ്ട്. സ്ത്രീ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് പാഞ്ചാലിയുടെ സൗന്ദര്യം. അത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഈ പാഞ്ചാലിമേടിന്. അതുകൊണ്ടാണ് ചിലപ്പോൾ അവർ പാഞ്ചാലിമേട് എന്ന് അവർ പേരിട്ടത്. ഐതിഹ്യത്തിൽ ഈ മലനിരകൾ കൂടെ നടക്കുന്നത് ഒരു വൈബാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ മലകളുണ്ട്. നമ്മൾ നടക്കുമെങ്കിൽ 5 മിനിറ്റ് നടക്കുമ്പോൾ വേർത്തൊലിച്ച് ഒരു പരുവായി വെള്ളം ദാഹിച്ച് വലഞ്ഞ് അവിടെ ഇടങ്ങി വീഴും. പക്ഷെ ഇവിടെ ഇടുക്കിയിൽ പോകുമ്പോൾ നമ്മൾ വേർക്കത്തില്ല. രണ്ടാമത്തെ കേസ്, നമ്മൾ നടക്കും തോറും നമ്മൾക്ക് ഭയങ്കര എനർജിയാണ്. ഞങ്ങൾ കൂടുതൽ അഡ്വഞ്ചറും ഇങ്ങനെ ട്രക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അപ്പം നെയ്യാർ മച്ചാനെ കാണാത്തൊരിതാ കണ്ടോളൂ. യാത്രകളൊക്കെ ചെയ്യാൻ കഴിയാതെ വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പ്രായമായിട്ടുള്ളവരും നടക്കാൻ കഴിയാത്തവർക്കൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ഇടയിലേക്ക് ഈ വീഡിയോ എത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ പോകുന്ന സ്ഥലങ്ങൾ, ഞാൻ പോകുന്ന സഞ്ചാര മേഖലകൾ കാണിക്കാൻ വളരെ ഇഷ്ടം. ഞങ്ങളൊരു കാപ്പി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസത്തെ പാഞ്ചാലിമേടിലെ വൈബ് ചെറുതൊന്നും അല്ല കേട്ടോ. അപ്പോൾ പാഞ്ചാലിമേടിന് വിട പറഞ്ഞുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് നെയ്യാർ മച്ചാൻ യാത്രയാവും. ബായ്. അടുത്ത സ്ഥലം, അടുത്ത ഡെസ്റ്റിനേഷൻ.